അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ 4-ാമത്തെ രാത്രിയാണ് ഇന്ന്, 4-ാമത്തെ പകലാണ് നാളെ ഇൻഷാ അല്ലാഹ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായ സകല അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങളെല്ലാം പരിപൂർണമായും ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അൽഹംദുലില്ലാഹ് നടന്നു പോകുന്നുണ്ട്. ഇതിലേക്ക് ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അല്ലാതെ നേരിട്ട് ഉസ്താദെ എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യണേ എന്ന് പറയുന്നവരുണ്ട്. വീട്ടിൽ വിഷമമാണ്, വ്യസനമാണ്, ദുഃഖമാണ് ഉസ്താദെ ദുആ ചെയ്യണേ, കടങ്ങളാണ്, കഷ്ടപ്പാടുകളാണ് എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് എന്നോട് ആരെല്ലാമാണോ എന്തെല്ലാം വസിയത്തുകളാണോ പറഞ്ഞിട്ടുള്ള അല്ലാഹു അവർക്കൊക്കെയും അവരുടെ ഹലാലായ മുറാദുകൾ പരിപൂർണമായും അല്ലാഹു ഹാസുലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ദുഃഖങ്ങളുമെല്ലാം അല്ലാഹു പരിപൂർണമായും സലാമത്തിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഈ രാത്രിയിൽ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് ചൊല്ലാൻ കഴിയുന്നതായ സുന്ദരമായ കുറച്ച് ദിക്റുകളും ദുആകളും പിന്നെ അതിനനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ അവസാനം നമ്മൾ ഫാത്തിഹ ഓതി ഇഖ്ലാസും മുഅവ്വദത്തൈനിയൊക്കെ പാരായണം ചെയ്ത് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ, മുടങ്ങാതെ കാണുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ദിക്റുകളിലേക്ക് കടക്കാം. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണല്ലോ. ഹാജിമാര് കരയുന്ന ഹൃദയങ്ങളോടെ, വിതുമ്പുന്ന മനസ്സുകളോടെ പരിശുദ്ധ മക്കയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഈ സാഹചര്യത്തിൽ പുണ്യമായ ഒരു അമലാണ് ത്വവാഫ് എന്ന് പറയുന്നത്. ആ ത്വവാഫ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഹാജിമാരുടെ നാവിൻ തുമ്പിലൂടെ ഒരുപാട് ദിക്റുകൾ കടന്നു വരാറുണ്ട്. എന്നാൽ അവർ പറയേണ്ടുന്നതായ സുന്ദരമായ ദിക്റുകളിൽ ഒരു ദിക്ർ, ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. ഏതാണെന്നറിയോ? ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ കടലിന്റെ നുരയോളം പാപം ചെയ്ത മനുഷ്യനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തെ കഴുകിക്കളയുന്നതാണ്. ആ പാപത്തെ അല്ലാഹു പുറത്തു തരുന്നതാണ്. അപ്പൊ ഏതാണ് ആ ദിക്റെന്ന് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. പരിശുദ്ധമായ ഖുർആനിലെ പ്രധാനപ്പെട്ട ഒരു ദുആയുണ്ട്. ഈ ദുആയിൽ സകല കാര്യങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദുആ ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ ഗുണം ദുനിയാവിൽ രക്ഷയാണ്, ആഖിറത്തിൽ രക്ഷയാണ്, ഖബറിൽ, മഹ്ശറയിൽ, ഹിസാബിൽ, മീസാനിൽ ഇങ്ങനെ അടങ്ങുന്ന സകല മേഖലകളിലും അല്ലാഹു രക്ഷ നൽകുന്ന
നരകത്തിൽ നിന്ന് മോചനം നൽകാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആനിലെ സുന്ദരമായ ഒരു ദുആയുണ്ട്. നമുക്ക് ഒരുമിച്ച് ചൊല്ലിയാലോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തിൻ്റെയും എന്നാൽ വളരെയേറെ ദുഃഖത്തിൻ്റെയും ഒരു മാസമാണ്. കാരണം ഈ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ സ്വർഗത്തെ ചോദിക്കേണ്ടത്, അതുപോലെ നരകമോചനത്തെയും തേടേണ്ടത്. അൽഹംദുലില്ലാഹ്, സ്വർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷവും വരും, നരകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സങ്കടവും കടന്നു വരുന്നതാണ്. എന്നിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസം നമ്മൾ ചോദിക്കേണ്ടത് സ്വർഗ പ്രവേശനവും നരകമോചനവുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിനോട് ചോദിച്ചാലോ? അല്ലാഹുമ്മ അജ്ർനീ മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. اللهم أجرني من النار وأدخلني الجنة يا رب العالمين. മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാസമാണല്ലോ വിശുദ്ധമാക്കപ്പെട്ട ഞാനും നിങ്ങളും ഈ കടന്നു പോകുന്ന ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ഈ വിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിൽ ധാരാളമായി ഇബ്രാഹിം നബിയെ ചിന്തിക്കേണ്ടതും സ്മരിക്കേണ്ടതുമായിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുന്ദരമായ ഒരു ദുആയുണ്ട്, വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൊക്കെ വന്നിട്ടുള്ള ദുആയാണ്. അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹ്, ഞങ്ങളുടെ തൗബയെ നീ കബൂലാക്കണേ അള്ളാഹ്, ഞങ്ങൾക്ക് തൗബ ചെയ്യാൻ ഞങ്ങളുടെ തൗബയെ നീ പരിപൂർണമായും സ്വീകരിക്കണേ അള്ളാഹ് എന്ന് അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ചൊല്ലാം.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യേണ്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. ഈ സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വൽ ഫജ്ർ സൂറത്തിന്റെ 2ാമത്തെ ആയത്തിലെ വലയാലിന് അശറിലാണ് വിശുദ്ധമാക്കപ്പെട്ട ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികളെ സൂചിപ്പിക്കുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നതായി നമുക്ക് കാണാം. അൽഹംദുലില്ലാ. അപ്പൊ ഈ വിശുദ്ധമാക്കപ്പെട്ട വൽ ഫജ്ർ സൂറത്ത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും കൊണ്ടുവരാൻ, ബറക്കത്തുകൾ കൊണ്ടുവരാൻ, ഐശ്വര്യങ്ങൾ കൊണ്ടുവരാൻ, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒക്കെ സഹായിക്കുന്ന സൂറത്തുൽ ഫജ്ർ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് നോക്കി നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലാഹു നമുക്ക് ഒരുമിച്ച് ഓതാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء
ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله العظيم. ഇതുവരെയും നമ്മൾ പാരായണം ചെയ്തതായ അദ്കാറുകൾ, അതുപോലെ ഖുർആൻ ആയാത്തുകൾ, ദുആകൾ എല്ലാം അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തുകൾ അർപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ വസിയത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വേദനകൾക്കും അള്ളാഹു അറുതി വരുത്തട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. ലോണിൽ കുടുങ്ങിപ്പോയി ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹു ആ ഒരു പലിശ എന്ന് പറയുന്ന ലോണിൽ നിന്ന് മാറി നിൽക്കാൻ, വിട്ടു നിൽക്കാൻ അള്ളാഹു നമുക്കും അവർക്കുമൊക്കെ പരിപൂർണമായും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്തുകളൊക്കെ ഓതി നമുക്ക് ദുആയിലേക്ക് കടക്കാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ കരുണക്കടലായ രാജസയ്യിദായ കൃപയുള്ളവനായ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ പരിപൂർണമായും ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മൺമറഞ്ഞു പോയി അല്ലാ. അവരൊക്കെയും വിവിധങ്ങളായ പള്ളിക്കാട്ടിന്റെ ഖബറിന്റെ ഉള്ളറകളിലാണല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്ക് അർഹമായ കൂലി നൽകണേ അല്ലാ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അല്ലാ. അവരുടെ വേദനകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നീ ഇല്ലായ്മ ചെയ്യണേ അല്ലാ. സ്ഥിരമായി മുടങ്ങാതെ മജ്ലിസ് കാണുന്നവരുണ്ട്, ക്ലാസ് കേൾക്കുന്നവരുണ്ട്, അതുപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെയും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാര്, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കൂട്ടുകുടുംബാദികൾ, കൂടപ്പിറപ്പുകൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാവരെയും ഈ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങളെ തീർത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങളെ വീട്ടി തരണേ അല്ലാ.
ഞങ്ങൾ അല്ലാഹുവേ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം ദുആഇന് ഇജാബത്തുള്ള സമയം ഞങ്ങൾ ചെയ്യുന്ന ദുആഇനെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ആഖിറം രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ വേദനകളെ മാറ്റി തരണേ അല്ലാഹ്. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ ഭീകരമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഈ ദുആഇനെ ഖബൂലാക്കണേ അല്ലാഹ്. بحق النبي المصطفى محمد وآل النبي المصطفى محمد وصحاب النبي المصطفى محمد صلى الله عليه وسلم وبرحمتك يا أرحم الراحمين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. إن شاء الله എല്ലാവരും ദുആ ചെയ്യുക. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.